ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒക്കെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ആഹാര രീതിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രക്തയോട്ടം കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുള്ളൂ, ഓക്സിജനും ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യുള്ളൂ അല്ലേ. കാര്യം ബ്ലഡിലൂടെയാണ് ഇവ സപ്ലൈ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൽസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഓക്സിജനും പോഷകങ്ങളും കറക്റ്റായിട്ട് അതാത് സ്ഥാനങ്ങളിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത്. ബ്ലഡ് കുറഞ്ഞവർക്കായിക്കോട്ടെ, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിക്കോട്ടെ, എന്തൊക്കെ ആഹാരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വഴിയേ നോക്കാം. ഇനി ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രം മതിയോ, ബ്ലഡ് വെസൽസിനെ ശക്തിപ്പെടുത്തണം അല്ലെ. അതിന് വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം ഇന്ന് വെയിൻസ് സംബന്ധമായിട്ട് ഒരുപാട് ഡിസീസ് ഉണ്ടാവുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നതെന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ആണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡിസീസിനെ എങ്ങനെ നമുക്ക് വരാതെ പ്രിവെന്റ് ചെയ്യാം, നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ബോഡി മസാജ് അത് മസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉണർവ് നമുക്ക് കിട്ടും, നമുക്ക് എനർജി കിട്ടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബോഡി മൊത്തത്തിൽ ആ ഒരു ഉന്മേഷവും ഉണർവും കിട്ടാനായിട്ട് ഈ ഒരു ബോഡി മസാജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ തന്നെയാണ് അഭ്യംഗം, ഈ ഒരു ബോഡി മസാജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് തേച്ച് കുളിക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരു 1-2 തവണ നിങ്ങൾക്ക് ഇതുപോലെ ബോഡി മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിക്കാവുന്നതാണ്. ഇനി ഏത് ഓയിലാണ് എടുക്കുക സ്യൂട്ടബിൾ എന്ന് പറയും, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് വെളിച്ചെണ്ണയാണ് എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. അല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്, നാൽപ്പാമരാതി യൂസ് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ലാക്ഷാതി, ഇവയൊക്കെ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാം. അല്ല അങ്ങനെ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, അത് തേച്ച് കുളിക്കാം. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ബോഡി നമ്മളെ ആ കാലിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വെരിക്കോസ് പോലുള്ള മറ്റ് വെയിൻസ് സംബന്ധമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഒരുപാട് നേരം നിന്നും ഇരുന്നും ഒക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ എണ്ണ മേലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് തേക്കാനായിട്ട് പ്രത്യേകം. കാര്യം ബ്ലഡ് സർക്കുലേഷൻ കാലിൽ നിന്ന് മേലേക്ക് വരാനായിട്ട് ഈ ഒരു മൂവ്മെൻ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ബോഡി മസാജും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക കാലിൽ താഴോട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്കും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഒഴിവാക്കി പോകുന്ന 2 സംഭവങ്ങളുണ്ട്, ഉള്ളം കൈയും ഉള്ളം കാലും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു എന്താ പറയുക അവിടെയും ഒരു മസാജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇവിടുത്തെ ഒരു മസാജ് എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്ലെവിനോയിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റ് കെമിക്കൽസ് ആണ്. ഇവ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഫ്ലെവിനോയിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ സി റിച്ച് ആണെന്ന് നമുക്കറിയാം. സോ സിട്രസ് ഫ്രൂട്ട്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാരങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ ഓറഞ്ച്. ഇനി ഫ്ലെവിനോയിഡ്സ് ബാക്കിയുള്ള ഏതിലൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, ബെറീസിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ടീ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പോംഗ്രാനൈറ്റ്, ഇവയൊക്കെ നിങ്ങൾക്ക് ഫ്ലെവിനോയിഡ്സ് റിച്ച് ആണ്. സോ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിനെ ആ ഒരു ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ബ്ലഡ് വെസൽസിന്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ശക്തിപ്പെടുത്താനായിട്ട്, അതിന്റെ ആ ഒരു ബലപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആഹാര രീതികളിൽ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് പറയാം. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഗാർലിക്, കറുവപ്പട്ട, ബീട്രൂട്ട്, ഇലക്കറികൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ ആയാലും ഈ ഒരു നൈട്രിക് ഓക്സൈഡ് റിച്ച് ആണ്. അപ്പോൾ നമുക്ക് ചീര ഓപ്ഷൻ, സ്പിനാച്ച്, അതുപോലെ തന്നെ ബ്രൊക്കോളി ഒക്കെ യൂസ് ചെയ്യാം, നട്ട്സ്, സോയാബീൻ. വൈറ്റമിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്താൽ ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ധമനികളിലെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. നല്ല രീതിയിൽ അതിൽ ലൈക്കോപ്പീനും അതുപോലെ വൈറ്റമിൻ കെ റിച്ച് ആണ്. സോ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതെ ആ ഒരു ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറച്ചിട്ട് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൊമാറ്റോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
പിന്നെ നമ്മൾ പറയാറുള്ളതാണ് ഈ ഒരു കോഡ് ലിവർ ഓയിൽ, അതുപോലെ തന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് മത്തി, ചാള, ഇവയുടെ യൂസും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഏകദേശം എല്ലാത്തിലും ഈ ഒരു omega-3 അടങ്ങിയിട്ടുള്ള ഇവ ഭയങ്കര റിച്ച് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അത് അതിൻ്റെതായ ആ ഒരു യൂസ് അതിനുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈ സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സുമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഡ്രൈ സീഡ്സിന്റെ യൂസ് എന്ന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബോഡീനെ എന്ന് ഒരുപാട് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട്. സോ ഡ്രൈ ഫ്രൂട്ട്സിലും ഡ്രൈ സീഡ്സിലും വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന്റെ ബോഡിയിലെ ബെനിഫിറ്റ്സ് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ എന്ത് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ബ്ലഡ് വെസൽസിനെ ശക്തിപ്പെടുത്താനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഡ്രൈ സീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചിയ സീഡ്, അതുപോലെ ഫ്ലാക്സ് സീഡ്, നമ്മൾ പംകിൻ സീഡ്, ഇവയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കാണാറുണ്ട്. ഒരുപാട് ഡയറ്റീഷ്യൻസിലെ ഡയറ്റ് ചാർട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ഫുഡ് പറഞ്ഞാലും ഇന്നതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഒരു 4-5 ആണ് ഡെയിലി നമ്മൾ പറയുന്നത്. ആ ഒരു എന്താ പറയുക ഡയറ്റിൽ നിങ്ങൾ അത്രയും ഒരു 3 നട്ട്സ്, ഒരു 3 വാൾനട്ട്, ഒരു 3 ബദാം, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ എല്ലാത്തിനും അതിൻ്റെതായ ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റിയിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെതായ അളവിൽ നിങ്ങൾ എന്തൊരു ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് തന്നെയായിരിക്കും. ആ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോഴത്തേക്കും അതിൻ്റെതായ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നിങ്ങൾ കഴിക്കേണ്ടത്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ സീഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇത്രയുമാണ് നിങ്ങൾക്ക് ഫുഡിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ മറ്റ് മെഡിസിൻസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവൈലബിൾ ഉണ്ട്. ഡോക്ടേഴ്സ് ഒരുപാട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടോണിക്കും അതുപോലെ തന്നെ ആയുർവേദത്തിലെ കഷായങ്ങളും ലേഹ്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാം. പ്രോംഗ്രാനൈറ്റ്, ഡേറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ലേഹ്യംസും അതുപോലെ തന്നെ അരിഷ്ടങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാര്യം മഞ്ചിഷ്ട, ദ്രാക്ഷ ഒക്കെ അടങ്ങിയിട്ടുള്ളതൊക്കെ നല്ല രീതിയിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ കൂട്ടാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ്റ്റേണലി ആയാലും ഇന്റേണലി ആയാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡയറ്റ് ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു എന്താ പറയുക വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഡയറ്റ് എന്താ പറയുക ചാർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ ഇത്രയും കഴിച്ചിട്ട് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാം. ആ ഒരു സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് കുറച്ച് റിലാക്സേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് വിട്ടിട്ട് സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലാവിഷ് ആയിട്ടൊക്കെ കഴിക്കാം. ആ രീതിയിലൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്